കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ദളിതർക്ക് വേണ്ടി പ്രസംഗിക്കും, അവർക്ക് വേണ്ടി കരയും. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ സംവരണ സീറ്റുകളിൽ മാത്രമാണ് ഈ ദളിതർക്ക് സീറ്റ് അനുവദിക്കുക. അല്ല, ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാനൊന്നും ഈ രണ്ട് പാർട്ടികളും തയ്യാറാകില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദളിതർക്ക് ജനറൽ സീറ്റ് നൽകണമെന്നാണ്. അങ്ങനെ നടക്കുമോ? നടക്കേണ്ടതാണ്. അങ്ങനെയാണ്, ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ദളിതർക്ക് ഒരിക്കലും നീതി കിട്ടാറില്ല. ഇതിനേക്കാൾ മുമ്പേ കിട്ടേണ്ടതാണ്. ദളിതരുടെ കാര്യം പറയും, ഗോത്രങ്ങളുടെ കാര്യം, ആദിവാസികളുടെ കാര്യം ആരും പറയാറേയില്ല, ഒരിക്കലും പറയാറില്ല. എന്താ കാര്യം? എന്താ ചെറിയാൻ ഫിലിപ്പ് പോലും പറഞ്ഞില്ല ഗോത്രവർഗ്ഗക്കാരുടെ കാര്യം. അരിവാൾ രോഗം മുതൽ നമ്മുടെ പീഡനങ്ങൾ വരെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ അവരാണ്. ദളിതർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ നടത്തിയൊക്കെ വളരെ മുന്നേറിയിട്ടുണ്ട്. സംവരണം ശരിയായ രീതിയിൽ അവർ നേടുന്നുണ്ട്. അവരിലെ പ്രബല വിഭാഗങ്ങളാണ് അത് നേടുന്നത്, ഇല്ലാത്തവർക്കൊന്നുമില്ല. ആ രീതിയിലാണ്. അല്ലാത്തവർക്കെല്ലാം കോരൻ ഇപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നുള്ള മട്ട് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതുപോലെ അടുത്ത കാലം വരെ 100 രൂപ ദളിത് മേഖലയിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ 1 പൈസയാണ് അവർക്ക് കിട്ടുന്നത്. നരേന്ദ്രമോദി തിരുത്തി എഴുതി 100 പൈസയും കിട്ടത്തക്ക രീതിയിൽ ആ സാമ്പത്തിക സഹായ കൈമാറ്റങ്ങൾ മുഴുവൻ ഫോൺ അക്കൗണ്ടിലേക്കാക്കി, ഡിജിറ്റലാക്കി പേയ്മെൻറ്റുകൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാക്കി. അഴിമതി ഇല്ലാതായിട്ടുണ്ട്. അത്രയും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. മോദിയാണത് ചെയ്തത്, മറ്റാരുമല്ലത്. കോൺഗ്രസിൻ്റെ കാലത്ത് 99 പൈസയും ഇടനിലക്കാർ കൊണ്ടുപോകുമായിരുന്നു. ഇത് രാജീവ് ഗാന്ധി തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യവും പറഞ്ഞ കാര്യവുമാണ്. CPM ഇപ്പോൾ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ട് കിടക്കുന്ന ഒരു യുവ ഗായകനാണല്ലോ വേടൻ. ഒരു ജനറൽ സീറ്റിൽ നിർത്തി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് അതിന് തയ്യാറാവണം. വേടനാണെങ്കിൽ ഈസി ആയിട്ട് ജയിച്ചും പോകും. കാരണം റാപ്പ് സംഗീതത്തിൻ്റെ ആശാനല്ലേ, ജനങ്ങളുടെ ആരാധന മാത്രമായിരിക്കുന്ന ആളാണ്. റാപ്പ് സംഗീതം എന്ന് പറഞ്ഞാൽ വലിയൊരു ലഹരിയാണ്. കഞ്ചാവിനേക്കാളും വലിയൊരു ലഹരിയാണ്, കള്ളിനേക്കാളും വലിയ ലഹരിയാണ്. കാണാൻ വേണ്ടി പോവുകയും ചെയ്യും, ആരെ ആടുകയും ചെയ്യും, പാടുകയും ചെയ്യും. ട്രെൻഡ് അതാ, പുതിയ ട്രെൻഡ് അങ്ങനെയാണ്. ഈ തന്ത വൈബിൻ്റെയൊക്കെ പോലെ ഒരു ട്രെൻഡാണ്, മാറ്റാൻ പറ്റില്ല. കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ വൻതോതിൽ വോട്ടുകൾ കിട്ടും. അദ്ദേഹം തീർച്ചയായിട്ടും വേണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകാൻ വേടൻ. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി. പിണറായി മാറിക്കൊടുക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ബെങ്ങാനൂർ, അതായത് അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി. ശരിക്കും അത് ഒരു മഹാത്മാവായിരുന്നു. അങ്ങനെയാണ് ദളിതർ മുന്നോട്ട് വരേണ്ടത്. തെരഞ്ഞെടുപ്പിലെ സംവരണം വാങ്ങിച്ചുകൊണ്ടൊന്നും അല്ല, വെല്ല് വണ്ടി വെച്ചിട്ട് മാടമ്പിമാരുടെ മുമ്പിൽ കൂടെ യാത്ര ചെയ്തു. അതാണ് തൻ്റെ ഇടമെന്ന് പറയും. ആ തൻ്റെ ഇടത്തോടു കൂടി മുമ്പോട്ട് വരാൻ എന്താ കുഴപ്പം? അല്ലാതെ കഞ്ചാവ് അടിച്ചും കള്ളു കുടിച്ചും റാപ്പ് ഡാൻസ് നടത്തിയല്ല അദ്ദേഹം മുന്നോട്ട് വന്നത്. അതാണ് ധീരതമായ പോരാട്ടം. അതാണ് ദളിതർ ഇപ്പോഴും ചെയ്യേണ്ടത്. മറ്റുള്ള കിസിസെ കം നഹീം എന്നുള്ളതാണ് അവർ പറയേണ്ട കാര്യം, ഉരുവിടേണ്ട കാര്യം. അയ്യോ ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അടിച്ചമർത്തി എന്നുള്ളതിൻ്റെ ശോകഗീതങ്ങൾ പാടിയല്ല. ഞങ്ങൾ തുല്യ അവകാശമുള്ളവരാണ്. ഞങ്ങൾക്ക് അവകാശങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങളുടെ നെൽപ്പാടങ്ങൾ തരിശായി കിടക്കും. ഞങ്ങളുടെ തൊഴിലാളികളാണ് അധ്വാനിക്കുന്നത്. ആ സംഘബോധമാണ് വേണ്ടത്. ആ സംഘബോധത്തോടു കൂടി ആ മുന്നോട്ട് വല്ല റാപ്പും കൂപ്പും ഒക്കെ കാണിച്ച് ചേരി കിടന്ന തെരികിട തെറിയും പറഞ്ഞുകൊണ്ടല്ല ഇവരുടെ മുന്നേറ്റം ഉണ്ടാവുന്നത്. അത് വേറൊരു കാര്യം. പക്ഷേ റാപ്പ് സംഗീതം ഒരു വലിയൊരു ഭ്രമാത്മകമായിട്ടുള്ള റാപ്പ് സംഗീതങ്ങളൊക്കെ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ നമ്മൾ പതുക്കെ വളർത്തിയ നമ്മുടെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കുന്ന ഞാൻ വളരെ സത്യസന്ധമായിട്ട് പരിഹസിക്കുകയല്ല, സത്യസന്ധമായിട്ട് പറയുകയാണ്. പുതിയ കാലത്തിൻ്റെ ട്രെൻഡാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതികളിൽ തെറിപറച്ചിലും കഞ്ചാവ് കഴിക്കലും ഒക്കെ മാറ്റി മാതൃകാ പുരുഷനായിട്ട് അദ്ദേഹം മാറണം. തീർച്ചയായിട്ടും ഭരണം രാഷ്ട്രീയം പഠിക്കണം. രാമായണം മുഴുവൻ വായിച്ചിട്ട് എനിക്ക് വാൽമീകിയെ പോലും അറിയില്ല, രാമനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണം. ഒരു ഭാഗം മാത്രം കണ്ടിട്ട് കാര്യമില്ല. അദ്ദേഹം രാമായണം വായിച്ചിട്ട് രാവണനെ മാത്രമേ അറിയൂ എന്ന് പറയുമ്പോൾ താൻ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. രാമനെ അറിയണം, അള്ളാഹുവിനെ അറിയണം. അദ്ദേഹം ഇങ്ങനെയുള്ള ഗാനങ്ങൾ പാടുമ്പോൾ ദളിത മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഉത്കർഷത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് കേളപ്പൻ, മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ കേരള ഗാന്ധിയായിട്ടുള്ള കേളപ്പൻ, കെ ഗോപാലൻ, അങ്ങനെയുള്ള ദളിതരല്ലാത്ത നേതാക്കളാണ് മുന്നോട്ട് മന്നത്ത് പത്മനാഭൻ, ഇങ്ങനെയുള്ളവരും മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ലണ്ടനിലുള്ള വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്തത് ഗാളിയോർ മഹാരാജാവാണെന്നുള്ള കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ഒരു വിദ്വേഷവും അല്ലെങ്കിൽ പകയുടെ രാഷ്ട്രീയവും അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഉൾച്ചേർന്ന് പോവുക. അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരെ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടണം. അല്ലാതെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി, വിഭജനം ഉണ്ടാക്കി മുന്നോട്ട് പോകാം എന്നുള്ള ബോധമല്ല നമുക്ക് സംഘബോധം. ആ തരത്തിലുള്ള ഒരു ഒന്നിലേക്ക് അത്
പശ്ചാത്ഗമനമാണ്, റിട്ടാർഡേഷനാണ്, പിന്നോട്ടുള്ള പോക്കാണ്, വളർച്ചയുടെ നിരാസമാണ് സംഭവിക്കുക. എല്ലാ കാലത്തും കേരളത്തിലെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ദളിതരും ആദിവാസികളും വെറും വോട്ട് ബാങ്കായി മാത്രം മാറുകയാണോ? അവരെ മുൻനിരയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത് ഈ സംവരണ സീറ്റുകൾ മാത്രം ലക്ഷ്യമിട്ടാണ്. കേരളത്തിൽ സംവരണ സീറ്റുകളുണ്ട്, അപ്പോൾ അവിടെ മത്സരിക്കാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതാ ഒരു ദളിത് നേതാവ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ആദിവാസി നേതാവ്, അങ്ങനെ ഒരു ചുരുക്കി കാണുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പം തന്നെ നോക്കൂ, ഇവിടെ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ഒരു മന്ത്രിയെ വെച്ചിട്ടുണ്ടല്ലോ, പിന്നോക്ക വിഭാഗക്കാർ. അദ്ദേഹത്തിന് എന്താ ദേവസ്വം കൊടുത്താത്ത? അദ്ദേഹം ഭരിച്ച ഭരുവില്ലേ ഈ ദേവസ്വം വകുപ്പ്, അതെടുത്ത് VN വാസവന് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആവശ്യം എന്തോന്നാ? അദ്ദേഹം ഭരിച്ച ഭരിക്കാത്ത വകുപ്പാണ്. കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന വകുപ്പുകൾ മുഴുവൻ ഇദ്ദേഹത്തിനല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ മുന്നണി പോലും അത് അനീതിയാണ് കാണിക്കുന്നത്. അവരുടെ പോളിറ്റ് ബ്യൂറോയിൽ ഈ ദളിത് വിഭാഗത്തിലെ എത്ര പേരുണ്ട്? അവരെത്ര ദളിതരെ മുഖ്യമന്ത്രിയായിട്ട് വെച്ചിട്ടുണ്ടോ? ഒറ്റയാളെങ്കിലും വെച്ചിട്ടുണ്ടോ അവർ? ഇല്ലല്ലോ. മന്ത്രിമാർക്ക് ചില വകുപ്പുകൾ, പിന്നാക്ക വിഭാഗത്തിൻ്റെ ചുമതല മാത്രം ദളിതർക്ക് കൊടുക്കും. എന്താ ജനറൽ വകുപ്പുകൾ കൊടുക്കാത്തത്? ജനറൽ വകുപ്പുകൾ എന്താ ഭരിക്കാൻ അവർ അർഹരെ? എത്രയോ മിടുക്കന്മാരായിട്ടുള്ള മന്ത്രിമാരുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ ഒരു ഇരട്ടത്താപ്പാണെന്നേ. ഗോത്രവർഗ വിഭാഗങ്ങളെ തീരെ അവഗണിക്കില്ല. കാരണം അവർക്ക് വോട്ട് ബാങ്ക് തീരെ കുറവാണ്, അവരുടെ ജനസംഖ്യ കുറഞ്ഞും വരും. പക്ഷേ ജനസംഖ്യ കൂടിക്കൂടി വരുന്ന മുസ്ലിങ്ങളുടെ കാര്യം അവർ പരിഗണിക്കും. ജനസംഖ്യ കൂടിക്കൂടി വരിക, അത് സംഘടിത ശക്തിയാണ്. അവർ പ്രബലമായ വോട്ട് ബാങ്കാണ്. ഒരു മണ്ഡലത്തിലെ വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കാനുള്ള ഡെമോഗ്രാഫിക് പവർ അവർക്കുണ്ട്. അതുകൊണ്ട് അവരെ പരിഗണിക്കും. അതാണ് അതിനകത്ത് ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത ആരിൽ നിന്നാണോ അത് മാത്രമാണ് ഇവരുടെ പരിഗണനാ വിഷയം. മനസ്സിലായോ? ഇവിടെയാണ് ആ കുഴപ്പം പതിയിരിക്കുന്നത്. ആ രാഷ്ട്രീയമാണ് മാറേണ്ടത്. ജനറൽ വകുപ്പുകളിലേക്ക് പണ്ടൊരു മുഖ്യമന്ത്രി AK ആൻ്റണി കൊടുത്തിട്ടുണ്ട് സീറ്റ്. ഒരു നല്ല മാതൃക കാണിച്ചിട്ടുണ്ട്. അതായത് അല്ല, ഇത് അതിൻ്റെ കാര്യം വസ്തുത ഇതാണ്. 1980 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദളിതനായ K കുഞ്ഞമ്പുവിനെ ജനറൽ സീറ്റായ കണ്ണൂരിൽ മത്സരിപ്പിച്ചു. ഇത് ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട്, നല്ല കാര്യമാണ്. ആ മാതൃക പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ മാതൃകകളാണ് നമ്മൾ പിന്തുടരേണ്ടത്. അങ്ങനെ ദളിതന്മാരെ ജനറൽ സീറ്റുകളിൽ നിർത്തണം, സംവരണ സീറ്റുകളിലും അവരെ തന്നെ നിർത്തണം. എങ്കിലേ അവരുടെ ഈ പുരോഗമനം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ടാവുകയുള്ളൂ. അധികാരത്തിൻ്റെ ഒരു കേന്ദ്രീകരണം വരുമല്ലോ, അത് തീർച്ചയായിട്ടും. ഇനി നമ്മുടെ സമൂഹം വിജയിപ്പിക്കാത്തത് കൊണ്ടായിരിക്കുമോ സ്ഥാനാർത്ഥിയാക്കാത്തത് പാർട്ടിക്കാർ? നമ്മുടെ സമൂഹത്തിന് അങ്ങനൊന്നുമില്ല. വേടം പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിന് അവരോട് അങ്ങനൊന്നുമില്ല. പിന്നെ അമേരിക്കക്കാർ റെഡ് ഇന്ത്യൻസിനോട് കാണിക്കുന്ന തരത്തിലുള്ള ഒരു അവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണെന്നൊരു തോന്നലൊന്നും ഇന്ത്യയിലില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ആഫ്രിക്കയിലെ അടിമകളെ പോലുള്ള സമ്പ്രദായങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ചില മാടമ്പികൾ, എല്ലാ മാടമ്പികളും ഇല്ല. ചില സവർണർ ഇത് ദൈവദത്തമായിട്ടുള്ള ഒന്നാണെന്ന് കരുതി അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ആ തരത്തിൽ ഇവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എല്ലാവരും മാറ്റി നിർത്തിയിട്ടില്ല. ആ കാലങ്ങളിലും ഇവർ ക്ഷേത്രങ്ങളൊക്കെ, കുടുംബക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന അരുവിപ്പുറത്താണ് ആദ്യമായിട്ടൊരു ക്ഷേത്രം ദളിതർക്ക് വേണ്ടി ഉണ്ട്. അങ്ങനെയല്ല, ദളിതരായ പലരും സ്വന്തമായിട്ട് കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, അവരുടെ സ്വകാര്യ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവിടെ വെച്ചാരാധന നടത്തിയിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നല്ലോ. രാഷ്ട്രപതിയായാലും മറ്റ് പ്രധാന വകുപ്പുകളിലേക്കെല്ലാം പിന്നോക്കരും അതോടൊപ്പം തന്നെ ആദിവാസികളും ദളിതരെല്ലാം കടന്നു വരുന്നു. ഈ കേരളത്തിൽ എന്നാണ് ഈ മാറ്റം വരിക? ഓൺട്രപ്രണിയർഷിപ്പ് വേണം, അതാണ് ഒന്നാമത്തെ കാര്യം. ഈ മുസ്ലിങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും പഠിച്ചവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കച്ചവടങ്ങളിൽ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്ത് അത് വിജയിപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലുള്ള ഒരു കഴിവ് സ്വയം ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഈഴവ സമുദായത്തെ തന്നെ പറഞ്ഞു വ്യവസായത്തിലൂടെ വളരണം. EMS നമ്പൂതിരിപ്പാടും പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങൾ അമ്പലത്തിലെ പൂജ കൊണ്ടല്ല ജീവിക്കേണ്ടത്, വ്യവസായങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് ഈ പിന്നെ നമ്പൂതിരീസ് എന്ന് പറയുന്നതൊക്കെ രംഗത്ത് വന്നത്. നമ്പൂതിരി അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ലായിരുന്നു അവർക്ക്. ആറാണക്കല്ല് വെച്ച് പോയേനെ. ഇപ്പോഴുമുണ്ട് പല കുടുംബങ്ങളും നശിച്ച് ആറാണക്കല്ല് വെച്ച്, നമ്പൂതിരി നായർ കുടുംബങ്ങളിൽ തന്നെ. അപ്പോൾ വ്യവസായം, കച്ചവടം തുടങ്ങി കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഇവർ പോകണം. അതിനുവേണ്ടിയാണ് മോദി സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതി തുടങ്ങിയത്. പക്ഷെ അതിലേക്കൊന്നും സക്രിയമായിട്ട് ദളിത വിഭാഗങ്ങൾ കടന്നു വരുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ചെയ്യാവുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ട്. നമ്മുടെ വഴികളിലുള്ള തട്ടുകടകൾക്ക് അതുപോലും സൗജന്യങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അതിന് ഫിനാൻസ് കിട്ടുന്നുണ്ട്, സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട്. അതെല്ലാം ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളാണ് കൂടുതലായിട്ടും. ദളിതരാരും ആ രംഗത്തേക്കും കടന്നു വരുന്നില്ല. ദളിതർക്ക് ഇങ്ങനെ സർക്കാർ സഹായം നൽകിക്കൊണ്ടിരിക്കണം, അതുകൊണ്ട് ജീവിക്കാം, അതാണ് ഉപജീവന മാർഗം. അതുകൊണ്ട് വിജയിക്കാൻ പോകുന്നില്ല, തുച്ഛമായ സംഖ്യ കിട്ടും. ഈ വന്ന കാലത്ത് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല.
അതുപോലെ കച്ചവടം, വ്യവസായം, ഈ രംഗങ്ങളിലേക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പുറത്തു വരും. ഗവൺമെൻറ് ഇപ്പോൾ ഏകലവ്യ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ പഠിച്ച് IAS പോലുള്ള ഉന്നത മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഈ രംഗത്ത് തിളങ്ങണം. മുസ്ലിങ്ങളങ്ങനെ തിളങ്ങുന്നുണ്ട്. ആ തിളക്കം എന്തുകൊണ്ട് ദളിതർക്കും ആയിക്കൂടാ? ആ തിളക്കത്തിലേക്ക് അവർ വരണം, തിളങ്ങണം. രാജ്യത്തിൻ്റെ ഭാഗതയെ അവർ നിർണ്ണയിക്കണം. ആ തരത്തിലേക്ക് അവർ വരണം. അതാണ് വേണ്ടത്. അല്ലാതെ ഈ പാട്ടുപാടിയും റാപ്പി ഔട്ടിയൊന്നും അങ്ങനെ ആവാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ട കാര്യം എല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ ദളിതരായിട്ടുള്ളവരെ ജനറൽ സീറ്റുകളിൽ നിർത്തി മാറ്റി. നല്ലൊരു കാര്യമാണ് ചെറിയാൻ ആൻ്റണിയുടെ മാതൃക. ആൻ്റണി മാതൃക എല്ലാ രാഷ്ട്രീയ നേതാക്കളും അതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. എൻ്റർപ്രീനർഷിപ്പ് എന്ന് പറയുന്നത് സ്വയം ദളിതർ വികസിപ്പിച്ച് എടുക്കേണ്ട ഒരു കാര്യം.